വീണ്ടും ഒരു ക്രിസ്മസ്. ദൈവപുത്രൻ മനുഷ്യനായി മണ്ണിൽ പിറവിയെടുത്ത സുദിനത്തിന്റെ ഓർമ്മയാചരണം. പക്ഷേ ക്രിസ്മസിന്റെ ഈ അന്തസത്തയെ ചോദ്യം ചെയ്യുന്നവരും അതിന്റെ പിന്നിലെ ദൈവിക പദ്ധതികളെ സംശയിക്കുന്നവരുമായി പലരുമുണ്ട്. തങ്ങളുടെ വാദം സ്ഥാപിക്കുവാനായി അവർ ഉന്നയിക്കുന്ന ചോദ്യം ഇതാണ്: ദൈവത്തിന് പുത്രൻ ജനിക്കുമോ? ജനനങ്ങളെ കേവലം മാനുഷികവും ശാരീരികവുമായി കാണുന്നതിനപ്പുറത്തേക്ക് കണ്ണു തുറക്കാത്തവരുടേതാണ് ഈ ചോദ്യമെന്ന് ആദ്യമേ തന്നെ പറയട്ടെ. എല്ലാത്തരം ബന്ധങ്ങളെയും മാംസനിബദ്ധമായി മാത്രം ബന്ധപ്പെടുത്തി വിലയിരുത്തുന്നവരുടെ കാഴ്ചപ്പാടാണ് ഇവിടെ പ്രശ്നങ്ങളും സംശയങ്ങളും സൃഷ്ടിക്കുന്നത്. ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ മനുഷ്യ രക്ഷയ്ക്കുള്ള ഏക രക്ഷകൻ ക്രിസ്തു എന്ന സത്യത്തെ ബോധപൂർവം വിസ്മരിക്കുന്നവരും അബദ്ധ പ്രബോധനങ്ങളുടെ തടവറകളിൽ നൂറ്റാണ്ടുകളായി ബന്ധനത്തിൽ കഴിയുന്നവരുമാണ് ദൈവത്തിന് പുത്രൻ ജനിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിസ്തുവിന്റെ രാജ്യത്വത്തെയും അവിടുത്തെ ദൈവത്വത്തെയും ഒരേപോലെ സംശയിച്ചും തിരസ്കരിച്ചും അവർ ഉന്നയിക്കുന്ന ദൈവത്തിന് പുത്രൻ ജനിക്കുമോ എന്ന ചോദ്യം ഓരോ ക്രിസ്മസ് കാലത്തും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഉൾപ്പെടെ പലയിടങ്ങളിലും പ്രത്യക്ഷപ്പെടാറുമുണ്ട്. ഇത്തരം ആരോപണങ്ങളോട് ഒരു ക്രൈസ്തവ വിശ്വാസി എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? ദൈവത്തിന് പുത്രൻ ജനിക്കുമോ എന്ന സംശയത്തെ ദൂരീകരിച്ചുകൊണ്ടുള്ള മറുപടികൾക്ക് എങ്ങനെയാണ് വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനത്തിൽ നമുക്ക് മറുപടി നൽകുവാൻ കഴിയുന്നത്? ഉണ്ടാകട്ടെ എന്ന ദൈവത്തിന്റെ ഒറ്റ വാക്കാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ പ്രപഞ്ചത്തിലെ സമസ്തവും. വെളിച്ചവും ഇരുട്ടും ആകാശവും ഭൂമിയും അതിലെ സകലതും ഇപ്രകാരം ദൈവത്തിന്റെ ഒരു വാക്കിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ ആദ്യ അധ്യായങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ദൈവം ഒരിക്കലും ഒരു സൃഷ്ടിയല്ല, സൃഷ്ടാവാണ്. ആദിയും അന്തവും ഇല്ലാത്ത പരമസത്തയാണ്. ആ ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല എന്ന വിശ്വാസമാണ് ഇക്കാര്യത്തിൽ നമുക്ക് ആദ്യം ഉണ്ടായിരിക്കേണ്ടത്. ക്രിസ്തുമത വിശ്വാസ പ്രകാരം മനുഷ്യരെല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവത്തിന്റെ മക്കളാകുവാൻ കഴിയും. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം സ്വർഗത്തിലും ഭൂമിയിലും ദൈവത്തിന്റെ മക്കളുമാണ്. ഈ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് വേണം ക്രിസ്തുവിന്റെ ദൈവപുത്ര സ്ഥാനത്തെ നാം വിലയിരുത്തേണ്ടത്. അതിനു പകരം ദൈവം വിവാഹിതനായെന്നോ മറിയവുമായി സഹവസിച്ചതിന്റെ പേരിൽ ക്രിസ്തു ജനിച്ചുവെന്നോ പറയുന്നത് അന്തസാരശൂന്യവും അബദ്ധജടിലവുമായ പ്രബോധനമാണ്. വചനം മാംസമായി തീർന്നുവെന്നാണ് യോഹന്നാൻ അതേക്കുറിച്ച് പറയുന്നത്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം. അതായത് വചനം മനുഷ്യനായി അവതരിച്ചു എന്ന അർത്ഥത്തിലും മാതാവിന്റെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിനാൽ ഉരുവാക്കപ്പെട്ടു എന്ന അർത്ഥത്തിലുമാണ് യേശുവിന്റെ ദൈവപുത്ര സ്ഥാനത്തെ നാം കാണേണ്ടത്. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും എന്ന തിരുവചനം അർത്ഥവത്താകുന്നത് ഇവിടെയാണ്. ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം ദൈവപുത്രൻ എന്ന നിലയിലാണ് സംഭവിച്ചത് എന്ന് വ്യക്തമാക്കുന്ന തിരുവചന ഭാഗമാണ് 1 യോഹന്നാൻ 4-ാം അധ്യായം 9-ാം വാക്യം. തന്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു എന്ന് നാം ഇവിടെ വായിക്കുന്നു. നൂറ്റാണ്ടുകളായി യഹൂദ ജനത ഒരു രക്ഷകനെ കാത്തിരിക്കുകയായിരുന്നുവെന്ന് പഴയ നിയമം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ യേശുവിന്റെ ജനനത്തെയും വരവിനെയും കുറിച്ചുള്ള നിരവധി പ്രവചനങ്ങളും പഴയ നിയമത്തിലുണ്ട്. അതിനാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും. യുവതി ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. BC 8-ാം നൂറ്റാണ്ടിന്റെ 2-ാം പാതിയിലാണ് ഏശയ്യാ പുസ്തകത്തിന്റെ രചനാകാലം എന്നുകൂടി നാം ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് മുൻപ് തന്നെ ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചുള്ള കാത്തിരിപ്പും അവിടുത്തെ പവിത്രമായ ജനനത്തെക്കുറിച്ചുള്ള സൂചനകളും പ്രകടമായിരുന്നുവെന്നാണ് ഏശയ്യായുടെ ഈ വാക്കുകൾ വ്യക്തമാക്കുന്നത്. ക്രിസ്തു ദൈവപുത്രനാണോ എന്ന സംശയം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അതിന് ക്രിസ്തുവിനോളം തന്നെ പഴക്കമുണ്ട്. ജീവിച്ചിരിക്കുന്ന കാലത്ത് ക്രിസ്തു തന്നെ ആ ചോദ്യം അഭിമുഖീകരിച്ചിട്ടുമുണ്ട്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 63-ാം വാക്യം അതിന്റെ തെളിവാണ്.
അപ്പോൾ പ്രധാന പുരോഹിതൻ അവനോട് പറഞ്ഞു, ജീവിക്കുന്ന ദൈവത്തിന്റെ നാമത്തിൽ ആണയിട്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു, നീ ദൈവപുത്രനായ ക്രിസ്തുവാണോ എന്ന് ഞങ്ങളോട് പറയുക. യേശു അവനോട് പറയുന്നുണ്ട്, നീ പറഞ്ഞല്ലോ, എന്നാൽ ഞാൻ നിന്നോട് പറയുന്നു, ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ശക്തിയുടെ വലത് ഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നതും വാനമേഘങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണും. ക്രിസ്തുവിന്റെ ഈ മറുപടി യഹൂദ പ്രമാണിമാരെ ചൊടിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ക്രിസ്തു ദൈവദൂഷണം പറഞ്ഞു എന്ന കുറ്റം ആരോപിച്ച് അവൻ മരണയോഗ്യനാണെന്ന് വിധിക്കുകയാണ് ചെയ്യുന്നത്. ദൈവപുത്രൻ എന്താണെന്നും ആരാണെന്നും യഹൂദ പ്രമാണിമാർ കൃത്യമായി മനസ്സിലാക്കിയെന്നും അതുകൊണ്ട് അവർ പ്രകോപിതരായെന്നുമാണ് ഇത് സംബന്ധിച്ച ചില ദൈവശാസ്ത്ര നിരീക്ഷണങ്ങൾ. ദൈവപുത്രൻ എന്നത് ദൈവത്തിൽ നിന്നുള്ളവൻ എന്നാണ് അർത്ഥം. ഒരു മനുഷ്യൻ താൻ ദൈവമാണെന്ന് അവകാശപ്പെടുന്നത് ദൈവദൂഷണമായിട്ടാണ് ലേവ്യരുടെ പുസ്തകത്തിൽ പറയുന്നത്. ഇതിന്റെ ആനുകൂല്യം വെച്ചുകൊണ്ടാണ് ക്രിസ്തുവിനെ അവർ കുരിശുമരണത്തിന് വിധിക്കുന്നത്. പിതാവായ ദൈവവും യേശുവും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന പദപ്രയോഗമാണ് ദൈവപുത്രൻ അഥവാ പുത്രനാം ദൈവം. ദൈവത്തിൽ 3 ആളുകളുണ്ട് എന്നാണല്ലോ നമ്മുടെ വിശ്വാസം: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇപ്രകാരം ദൈവിക തൃത്വത്തിലെ രണ്ടാമനാണ് യേശു ക്രിസ്തു. തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുവാൻ ദൈവം തീരുമാനിച്ചതിന് പിന്നിലും ചില കാരണങ്ങളുണ്ട്. തന്റെ കൽപ്പനകൾ ബോധപൂർവം നിഷേധിച്ചതു വഴിയായി ദൈവിക തേജസ് നഷ്ടപ്പെട്ട മനുഷ്യകുലത്തെ ദൈവിക സ്നേഹത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ ദൈവം വിവിധ കാലഘട്ടങ്ങളിൽ പ്രവാചകന്മാരെ അയച്ചുവെങ്കിലും കഠിന ഹൃദയരായിരുന്ന മനുഷ്യരിൽ മാറ്റമുണ്ടാവുകയോ പ്രവാചക ദൗത്യം പൂർത്തീകരിക്കപ്പെടുകയോ ചെയ്തില്ല. ഈ സാഹചര്യത്തിലാണ് ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുന്നത്. ഇക്കാരണത്താൽ യേശു ക്രിസ്തുവിനെ ദൈവപുത്രനെന്നും മനുഷ്യപുത്രനെന്നും വിശേഷിപ്പിക്കാറുണ്ട്. ഇങ്ങനെ ഒരേ സമയം ദൈവപുത്രനും മനുഷ്യപുത്രനും ആയിരുന്നിട്ടും പാപമൊഴികെ മറ്റെല്ലാ കാര്യങ്ങളിലും യേശു എല്ലാ മനുഷ്യർക്കും സമാനുമായി തീരുന്നു. അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തു ഒരേ സമയം പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. ക്രിസ്തു ദൈവപുത്രനാണ് എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ നിരവധി ഭാഗങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതിലൊന്നാണ് യേശുവിന്റെ ജ്ഞാനസ്നാനം. അന്നൊരിക്കൽ യേശു ഗലീലിയായിലെ നസ്രത്തിൽ നിന്ന് വന്ന് ജോർദാനിൽ വെച്ച് യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു. വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ പെട്ടെന്ന് ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തന്റെ മേൽ ഇറങ്ങി വരുന്നതും അവൻ കണ്ടു. സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി, നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന്. In whom I am well pleased. ഞാനും പിതാവും ഒന്നാണ് എന്ന് യേശു തന്നെ സാക്ഷ്യപ്പെടുത്തുന്നതാണ് മറ്റൊരു ഭാഗം. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചുവെന്ന ക്രിസ്തുവും ദൈവവുമായുള്ള ബന്ധത്തെ യോഹന്നാൻ ശ്ലീഹ വ്യക്തമാക്കും. മറ്റൊരു ഹൃദയസ്പർശിയായ ഭാഗമാണ് യേശു ഗത്സമനിയിൽ പ്രാർത്ഥിക്കുന്നത്. ആഭാ പിതാവേ എന്നാണ് ക്രിസ്തു ഇവിടെ ദൈവത്തെ വിളിക്കുന്നത്. യഹൂദർ ആരും ദൈവത്തെ ആഭാ എന്ന് വിളിച്ചിരുന്നില്ല. യേശുവിന് മാത്രം അവകാശപ്പെട്ടതും അർഹതപ്പെട്ടതുമായ വിളിയായിരുന്നു അത്. പിതൃപുത്ര ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടുള്ള വിളി, അന്യർക്കാർക്കും അവകാശപ്പെടാനില്ലാത്ത വിധത്തിലുള്ള ആ വിളി ക്രിസ്തുവിന്റെ ദൈവപുത്ര സ്ഥാനം അരക്കിട്ട് ഉറപ്പിക്കുന്നതായിരുന്നു. രക്ഷകൻ പിറക്കുന്നത് ദാവീദിന്റെ വംശ പരമ്പരയിൽ നിന്നാണെന്ന പഴയ നിയമ പ്രവചനങ്ങളെ സാധൂകരിക്കുന്നതാണ് യേശുവിന്റെ വംശാവലിയെക്കുറിച്ചുള്ള വിശുദ്ധ മത്തായിയുടെയും വിശുദ്ധ ലൂക്കായുടെയും വിവരണങ്ങൾ. അബ്രാഹത്തിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രൻ യേശുക്രിസ്തുവിന്റെ വംശാവലി ഗ്രന്ഥം എന്നാണല്ലോ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ. ലൂക്കാ സുവിശേഷത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ ദൂതൻ അയക്കപ്പെട്ടു. യേശു ദൈവപുത്രനാണ് എന്നതിന് തെളിവാണ് അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങൾ. മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശു കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്നതായി നാം കാണുന്നുണ്ട്.
അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാവുക. കാറ്റ് ശമിച്ചു, പ്രശാന്തതയുണ്ടായി. ഈ സമയം ശിഷ്യന്മാരുടെ മനസ്സിൽ പോലും ഒരു സംശയം ഉടലെടുക്കുന്നുണ്ട്. അവർ അത്യധികം ഭയന്ന് പരസ്പരം പറഞ്ഞു, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. കേവലം ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ പോലും പിടിച്ചു നിർത്തുന്നതിനും സ്വാധീനിക്കുന്നതിനും ഒരു പരിധിയുണ്ട്. ആ പരിധികളെയാണ് ക്രിസ്തു അതിലംഘിച്ചത്. പ്രകൃതി ശക്തികൾക്ക് മീതെ പോലും സ്വാധീനവും നിയന്ത്രണവുമുള്ള ദൈവമാണ് താൻ എന്നാണ് ക്രിസ്തു അവിടെ തെളിയിച്ചത്. അതുപോലെ ക്രിസ്തു അനേകരെ സ്പർശിച്ചുകൊണ്ടും വാക്കാലും രോഗസൗഖ്യം നൽകുന്നുമുണ്ട്. അവിടുത്തെ വസ്ത്രാഞ്ചലത്തിൽ തൊട്ടവർ പോലും സൗഖ്യം പ്രാപിക്കുന്നുണ്ട്. വെറുമൊരു മനുഷ്യനായിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള അത്ഭുതകരമായ രോഗസൗഖ്യം നൽകുവാൻ ക്രിസ്തുവിന് കഴിയുമായിരുന്നു? ഒരിക്കലുമില്ല. അവിടുന്ന് ദൈവപുത്രൻ ആയതുകൊണ്ട് മാത്രം സംഭവിച്ചവയാണ് ഇവയെല്ലാം. എന്തിനേറെ, മരിച്ച് അടക്കം ചെയ്യപ്പെട്ട ലാസറിനെ തിരികെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നുമുണ്ട്. ലാസറെ, പുറത്തു വരിക. അപ്പോൾ മരിച്ചവൻ പുറത്തേക്ക് വന്നു. അവന്റെ കൈകാലുകൾ ബന്ധിക്കപ്പെട്ടും മുഖം തുണി കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടുമിരുന്നു. യേശു അവരോട് പറഞ്ഞു, അവന്റെ കെട്ടുകൾ അഴിക്കുവിൻ, അവൻ പോകട്ടെ. ഈ അത്ഭുതം സംഭവിക്കുന്നതിന് മുൻപ് യേശു കണ്ണുകൾ ഉയർത്തി പറഞ്ഞ വാക്കുകളും ശ്രദ്ധേയമാണ്. പിതാവേ, അങ്ങ് എന്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. സ്വർഗസ്ഥനായ തന്നെ അയച്ച പിതാവായ ദൈവത്തിനുള്ള നന്ദി പറച്ചിലാണ്. ക്രിസ്തു അത്ഭുതങ്ങളെല്ലാം ചെയ്തത് തന്റെ മഹത്വം അന്വേഷിച്ചുകൊണ്ടായിരുന്നില്ല, മറിച്ച് പിതാവായ ദൈവത്തെ എല്ലാവരും വിശ്വസിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യേണ്ടതിനായിരുന്നു. താൻ ആവശ്യപ്പെടുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം നിറവേറ്റി തരുന്ന ദൈവപിതാവിൽ ക്രിസ്തു അത്രമാത്രം ഉറച്ച് വിശ്വസിച്ചിരുന്നു. പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്നത്. എന്നാൽ എന്നെ അയച്ചത് അവിടുന്നാണെന്ന് ചുറ്റും നിൽക്കുന്ന ഈ ജനം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. മറ്റുള്ളവരെ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കുക മാത്രമല്ല, ക്രിസ്തു തന്നെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെണീറ്റവനാണ്. ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ അങ്ങനെ സാധിച്ചിട്ടുണ്ടോ? മനുഷ്യ സാധ്യമായ കാര്യങ്ങളുടെ പരിമിതികളെയാണ് ക്രിസ്തു ഇല്ലാതാക്കിയത്, ജീവിതം കൊണ്ടും പ്രവൃത്തി കൊണ്ടും. ഇത് അവിടുത്തെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ളതാണ്. അവൻ ജഡപ്രകാരം ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചവനും മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി വിശുദ്ധിയുടെ ആത്മാവിന് ചേർന്ന വിധം ശക്തിയിൽ ദൈവപുത്രനുമായി നിശ്ചയിക്കപ്പെട്ടവനാണ്. ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം തന്നെ ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെണീറ്റു എന്നതാണ്. അവിടുന്നാണ് ഉയർത്തെണീറ്റത്. ദൈവം അവിടുത്തെ ഉയർപ്പിച്ചത് കൊണ്ടും അവിടുന്ന് ദൈവപുത്രനും ആയതുകൊണ്ടുമാണ്. ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെണീറ്റിട്ടില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണ്. യേശു മാത്രമേ മരണത്തെ തോൽപ്പിച്ചിട്ടുള്ളൂ. ഒരു മനുഷ്യനെ പോലെ അവിടുന്ന് മരിച്ചുവെങ്കിലും ഒരു മനുഷ്യനും സാധിച്ചിട്ടില്ലാത്തതുപോലെ അവിടുന്ന് ഉയർത്തെണീറ്റു. ക്രിസ്തുവിന്റെ ഉയർപ്പ് സത്യമാണെന്ന് തെളിയിക്കുന്നതാണ് അവിടുത്തെ ശൂന്യമായ കല്ലറ. അതുവരെ ഭീരുക്കളായി കഴിഞ്ഞുകൂടിയിരുന്ന ക്രിസ്തു ശിഷ്യന്മാർക്ക് പുതിയൊരു ജീവിതവും ആവേശവും ലഭിച്ചതും ഒടുവിൽ ധീര രക്തസാക്ഷിത്വം വരിക്കുവാൻ സാധിച്ചതും ക്രിസ്തു ഉയർത്തെണീറ്റത് കൊണ്ട് മാത്രമാണ്. അവിടുത്തെ ജനനം അസാധാരണമായിരുന്നത് പോലെ തന്നെയാണ് മരണാനന്തരമുള്ള ഉയർത്തെഴുന്നേൽക്കലും. ഈ ലോകത്തിൽ ഒരു മനുഷ്യനും സാധിക്കാത്ത വിധത്തിലുള്ളതായിരുന്നു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. ക്രിസ്തുവിന്റെ ദൈവപുത്ര സ്ഥാനത്തെ മറ്റൊരു രീതിയിലും നാം അപഗ്രഥിക്കേണ്ടതുണ്ട്. ലോകചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടായി വിഭജിക്കുവാൻ കാരണമായത് ക്രിസ്തുവിന്റെ ജനനമാണ്. പുതിയൊരു കാലത്തെയാണ് ക്രിസ്തു അടയാളപ്പെടുത്തിയത്. മറ്റൊരു മനുഷ്യന്റെ ജനനം കൊണ്ടും ലോകം രണ്ടായി വേർതിരിക്കപ്പെട്ടിട്ടില്ല. ക്രൂശിക്കപ്പെട്ട ഒരാളിൽ നിന്നാണ് ക്രിസ്തുമതം നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഇന്നും നിലനിൽക്കുന്നത്. ക്രിസ്തുമതത്തിന്റെ സംഘടിത രൂപത്തിന് അടിസ്ഥാനം ക്രിസ്തുവാണ്. ക്രൈസ്തവരെ ഇഷ്ടമില്ലെന്ന് പറയുന്നവർക്ക് പോലും ക്രിസ്തുവിനെ നിഷേധിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നും നാം അറിയേണ്ടതും. ക്രിസ്തു ദൈവപുത്രനാണെന്ന് സ്ഥാപിക്കുവാൻ ഇത്തരത്തിൽ ദൈവഗ്രന്ഥ അധിഷ്ഠിതമായ നിരവധി തെളിവുകളുണ്ട്. എന്നാൽ അതുകൊണ്ട് മാത്രമായിരിക്കരുത് നാം അവിടുത്തെ ദൈവത്വം വിശ്വസിക്കേണ്ടത്, ക്രിസ്തുവിനെ ദൈവപുത്രനാണെന്ന് ഏറ്റുപറയേണ്ടത്. വിശ്വാസത്തിൽ നിന്നും വ്യക്തി അനുഭവങ്ങളിൽ നിന്നും രൂപപ്പെട്ട് വരേണ്ടതാണ് ക്രിസ്തുവിന്റെ ദൈവപുത്ര സ്ഥാനത്തിലുള്ള വിശ്വാസം. യേശുവിനെ ദൈവപുത്രനായി അംഗീകരിക്കുവാൻ കഴിയാത്തവർക്ക് അവിടുത്തെ രക്ഷകനായി സ്വീകരിക്കുവാനും കഴിയാതെ പോകുന്നു. അത്തരക്കാർ അതുകൊണ്ട് ക്രിസ്തുവിനെ പ്രവാചകനായും മനുഷ്യനായും മാത്രം കണക്കാക്കുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ
ദൈവത്തിന്റെ ഏകജാതന്റെ നാമത്തിൽ വിശ്വസിക്കായക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 3-ാം അധ്യായം 18-ാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ക്രിസ്തുവിന്റെ ദൈവത്വത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതുമല്ല. ആദിമ നൂറ്റാണ്ടുകളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകളും വ്യത്യസ്തമായ ആശയങ്ങളും ഉണ്ടായിരുന്നു. അതിൽ ഒരാളായിരുന്നു ആരിയൂസ് എന്ന അലക്സാണ്ട്രിയക്കാരനായ വൈദികൻ. യേശു പിതാവിനോട് സമനല്ല എന്നും ദൈവത്തിന്റെ ഒരു സൃഷ്ടി മാത്രമാണ് യേശു എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രബോധനം. യഹോവ സാക്ഷികളുടെ അഭിപ്രായത്തിൽ യേശു ദൈവത്തിന്റെ ആദ്യത്തെ സൃഷ്ടി മാത്രമാണ്. അവിടുന്ന് ഒരിക്കലും ദൈവത്തിന് തുല്യനല്ല. ഇങ്ങനെ ക്രൈസ്തവ സഭകളിലെ ഇതര സഭകൾ വ്യത്യസ്തമായ വീക്ഷണങ്ങൾ പുലർത്തുന്നു. യേശുക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമെന്ന വിശ്വാസത്തിൽ സഭകളെല്ലാം ഉറച്ചു നിൽക്കുമ്പോഴും അവിടുത്തെ ദൈവിക മാനുഷിക ഭാവങ്ങളെക്കുറിച്ചുള്ള സന്ദേഹങ്ങൾ സഭകൾക്കിടയിൽ പ്രബലമായിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ആശങ്കകളുടെ ഭാഗമായിട്ടാണ് ക്രിസ്തുവിന്റെ ദൈവപുത്ര സ്ഥാനത്തെ പലരും നിഷേധിക്കുന്നത്. എന്നാൽ നിഗ്ഗയിൽ നടന്ന സാർവത്രിക സൂനകദോസ് ഇത്തരത്തിലുള്ള പ്രബോധനങ്ങളെയെല്ലാം നിഷേധിക്കുകയും യേശുക്രിസ്തു പിതാവായ ദൈവത്തിന് സമനാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. നിഗ്ഗ്യവിശ്വാസ പ്രമാണത്തിൽ നാം ഈ വിശ്വാസം ഏറ്റുപറയുന്നുണ്ടല്ലോ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക ദൈവത്തിലുള്ള വിശ്വാസവും യേശുക്രിസ്തു പിതാവിൽ നിന്ന് ജനിച്ചവനാണെന്നും സൃഷ്ടിക്കപ്പെടാത്തവനാണെന്നും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവമാണെന്നും നാം നമ്മുടെ വിശ്വാസം പ്രഘോഷിക്കുന്നു. ലോകത്തിലെ പ്രധാന ക്രൈസ്തവ സഭകളെല്ലാം ഇതിനെ അംഗീകരിക്കുന്നു. സീറോ മലബാർ സഭ ഉൾപ്പെടെയുള്ള കിഴക്കൻ സഭകളിലും ഇത് കൂദാശയുടെ ഭാഗമാണ്. ക്രിസ്തു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയുമാണ് നാം ചെയ്യേണ്ടത്. അവനിൽ വിശ്വസിക്കുക. വചനം തുടർന്ന് പറയുന്നു, ഇതാണ് ശിക്ഷാവിധി, പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു, കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു, അവന്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്തേക്ക് വരുന്നുമില്ല. സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു, അങ്ങനെ അവന്റെ പ്രവൃത്തികൾ ദൈവ ഐക്യത്തിൽ ചെയ്യുന്നവയാണെന്ന് വെളിപ്പെടുന്നു. ഇരുട്ടിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ചുമത്തുന്നവയാണ് ക്രിസ്തുവിന്റെ ദൈവപുത്ര സ്ഥാനത്തിനെതിരായുള്ള ആരോപണം. പ്രകാശത്തിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുകയും പ്രകാശത്തിൽ ജീവിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്ക് ക്രിസ്തു ഒരു പ്രവാചകനുമല്ല, ഒരു മനുഷ്യനുമല്ല. യേശുക്രിസ്തുവിന്റെ കുരിശുമരണം സംഭവിക്കുമ്പോൾ അവിടത്തേക്ക് അഭിമുഖമായി നിന്നിരുന്ന ശതാധിപൻ പറഞ്ഞത് മർക്കോസ് സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു. ക്രിസ്തുവിനെ കുറിച്ച് അതുവരെ അറിയുകയോ മനസ്സിലാക്കുകയോ ചെയ്യാതിരുന്ന ഒരു ന്യായാധിപന് പോലും ഒരു നിമിഷം തിരിച്ചറിവുണ്ടാകുന്നു, അവിടുന്ന് സത്യമായും ദൈവപുത്രനായിരുന്നുവെന്ന്. ജനിച്ച നാൾ മുതൽ ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുവാനും അറിയുവാനും മനസ്സിലാക്കുവാനും ഭാഗ്യം ലഭിച്ച നമുക്ക് എന്നിട്ടും ചിലപ്പോഴെങ്കിലും അവിടുത്തെ ദൈവപുത്ര സ്ഥാനത്തെക്കുറിച്ച് സംശയങ്ങൾ ഉടലെടുക്കുകയും ചെയ്യുന്നു. നമുക്ക് പോലും ഇതാണ് അവസ്ഥയെങ്കിൽ അന്യമത വിശ്വാസികളുടെ സംശയങ്ങൾക്ക് അവരെ കുറ്റം വിധിക്കാൻ നമുക്ക് സാധിക്കുമോ? നാം ഏറ്റുപറയണം, ക്രിസ്തു ദൈവപുത്രനാണെന്ന്. നാം ദൈവത്തിന്റെ മക്കളാണ്. ദൈവത്തിന്റെ ഏറ്റവും വലിയ സ്നേഹത്തിന്റെ അടയാളമായിട്ടായിരുന്നു അവിടുന്ന് പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. ജോബിന്റെ പുസ്തകത്തിൽ കർത്താവ് ചുഴലിക്കാറ്റിൽ നിന്ന് ജോബിന് ഉത്തരം നൽകുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം ജോബിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ചിലത് ഇപ്രകാരമാണ്: ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്കറിയാമെങ്കിൽ പറയുക. അതിന്റെ അളവുകൾ നിശ്ചയിച്ചത് ആരാണ്? നിശ്ചയമായും നിനക്കതറിയാം. അല്ലെങ്കിൽ അതിന് അളവുനൂൽ പിടിച്ചതാര്? പ്രഭാത നക്ഷത്രങ്ങൾ ഗീതങ്ങൾ ആലപിക്കുകയും ദൈവപുത്രന്മാർ സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ അതിന്റെ അടിസ്ഥാനങ്ങൾ ഏതിന്മേൽ ഉറപ്പിക്കപ്പെട്ടു? അതിന് മൂലക്കല്ലിട്ടതും ആര്? ഇതുപോലെയുള്ള നിരവധിയായ ചോദ്യങ്ങൾ ദൈവം ജോബിനോട് ചോദിക്കുന്നുണ്ട്. അതിനൊന്നിനും ജോബിന് ഉത്തരമുണ്ടായിരുന്നില്ല. ഒടുവിൽ ജോബ് പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ നിസ്സാരനാണ്, ഞാൻ എന്തുത്തരം പറയാനാണ്? ഞാൻ വായ് പൊത്തുന്നു. ഒരിക്കൽ ഞാൻ സംസാരിച്ചു, ഇനി ഞാൻ ഉത്തരം പറയുകയില്ല. 2 തവണ ഞാൻ മറുപടി പറഞ്ഞു, ഇനി ഞാൻ മിണ്ടുകയില്ല. അതെ, മനസ്സിലാകാത്ത അത്ഭുതകരമായ കാര്യങ്ങളെക്കുറിച്ച് പറയാതിരിക്കുക. അതാണ് ദൈവത്തിന് പുത്രൻ ജനിക്കുമോ എന്ന ചോദ്യവുമായി കടന്നു വരുന്നവർ ചെയ്യേണ്ടത്. ക്രിസ്തുവിനെ കുറിച്ചുള്ള ഇത്തരത്തിലുള്ള വിവാദപരമായ പ്രസ്താവനകളുമായി ആളുകൾ രംഗത്ത് വരുന്നത് പോലും അവിടുന്ന് ദൈവപുത്രനാണ് എന്ന സത്യത്തിന്റെയും അതേക്കുറിച്ചുള്ള ശിമിയോൻ എന്ന മഹാത്മാവിന്റെ പ്രവചനത്തിന്റെയും ഭാഗമാണെന്നും നാം മനസ്സിലാക്കണം. യേശുവിനെ ദേവാലയത്തിൽ സമർപ്പിക്കുവാൻ കൊണ്ടുവരുമ്പോൾ ശിമിയോൻ ശിശുവിനെ കൈകളിൽ എടുത്തുകൊണ്ട് പറയുന്നത് ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും എന്നുകൂടിയാണല്ലോ.
അതുകൊണ്ട് യേശുവിന്റെ ജനനത്തിന്റെ സ്മരണ പ്രത്യാശയുടെ ഈ ജൂബിലി വർഷത്തിൽ നാം ഒരിക്കൽ കൂടി ആചരിക്കുമ്പോൾ നമുക്ക് ഏറ്റുപറയാം, അവിടുന്ന് സത്യമായും ദൈവപുത്രനാണ്. കാരണം ദൈവത്തിന് പുത്രനുണ്ട്. അത് മനസ്സിലാക്കുവാൻ ഉള്ളിൽ കടന്നുകൂടിയിരിക്കുന്ന പൊടിപടലങ്ങളും ചിന്തകളിൽ അടിഞ്ഞ മാലിന്യങ്ങളും കഴുകിക്കളയണം. വിശ്വാസത്തിന്റെ അകക്കണ്ണ് തുറക്കണം. അതിനുവേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവിടുത്തെ ശക്തിയിൽ വിശ്വസിക്കുകയും കൃപയിൽ ആശ്രയിക്കുകയും ചെയ്യാം. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. അതെ, ക്രിസ്തു ജനിച്ചുവെന്ന വാർത്തയുടെ സന്തോഷമാണ് ക്രിസ്തുമസായി ആഘോഷിക്കുന്നത്. 1-2 വർഷമല്ല, 2025 വർഷമായി മാറ്റമില്ലാതെ പുതുമ നശിക്കാതെ നാം കൊണ്ടാടുന്ന ആഘോഷം സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത. ദൈവപുത്രൻ മനുഷ്യനായി മണ്ണിൽ പിറവിയെടുത്ത ഈ സുദിനത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനാപൂർവം നേർന്നുകൊള്ളുന്നു. ഹാപ്പി ക്രിസ്മസ്.